നമസ്തേ, ഞാൻ മായ ജയമോഹൻ. ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധൻ 2025 ജൂൺ മാസം 22 സ്വന്തം രാശിയായിട്ടുള്ള മിഥുനം രാശിയിൽ നിന്നും ശത്രുരാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്ക് മാറുകയാണ്. 2025 ഓഗസ്റ്റ് മാസം 30 വരെ ബുധൻ കർക്കിടകം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ കർക്കിടകം രാശി ചന്ദ്രന്റെ രാശിയാണ്. ബുധന് ചന്ദ്രനോട് ശത്രുതയാണ്, എന്നാൽ ചന്ദ്രന് ബുധനോട് ശത്രുതയുമില്ല. അതുകൊണ്ടാണ് ശത്രുരാശിയിലേക്ക് മാറി എന്ന് പറയാനുണ്ടായ കാരണം. അപ്പോൾ ഇതിനിടയിൽ ഈ ജൂൺ 22 മുതൽ ഓഗസ്റ്റ് 30 വരെ ബുധൻ കർക്കിടകത്തിൽ ഉണ്ടായിരിക്കുന്നതിനിടയിൽ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 11 വരെയുള്ള സമയം ബുധൻ റെട്രോഗ്രേഡ് ആയിട്ട് സഞ്ചരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് വക്രത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഗുണം ചെയ്യുകയില്ല. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു രാശി മാറ്റം എന്തെല്ലാം ഫലങ്ങളെയാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ബുധൻ ജാതകത്തിലെ കേന്ദ്രഭാവത്തിലോ ത്രികോണഭാവത്തിലോ 11ാം ഭാവത്തിലോ അല്ലെങ്കിൽ കന്നിയിലോ മിഥുനത്തിലോ ബുധൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫലങ്ങളെ കിട്ടും. അതുപോലെ തന്നെ ബുധന്റെ അതിമിത്ര രാശികളാണ് മകരം രാശിയും കുംഭം രാശിയും. രണ്ടും ശനിയുടെ രാശികളാണ്. ഈ രാശികളിൽ ഇരിക്കുന്ന ബുധനും നല്ല ഫലങ്ങളെ കൊടുക്കും. ഇടവത്തിലും തുലാത്തിലും ഇരിക്കുന്ന ബുധനും ഗുണകരം തന്നെയാണ്. അപ്പൊ നമ്മുടെ ജാതകത്തില് ലഗ്നം കന്നിയോ അല്ലെങ്കിൽ മിഥുനമോ ലഗ്നമായിരിക്കുന്നവർക്കും ഗുണമാണ്. കാരണം ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ ഒരു വ്യക്തിയുടെ ഇന്റലിജൻസിയെ കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹമാണ്. അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നല്ല ഷാർപ്പ് മൈൻഡ്, ഇതെല്ലാം ബുധൻ ബുദ്ധിയുടെ ആളാണ്. സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി ചെയ്യുന്നവര്, ടീച്ചർ, അഡ്വക്കേറ്റ്, ഡോക്ടർ മുതലായവര്, പബ്ലിക് ഇന്ററാക്ഷനോട് ജോലി ചെയ്യുന്നത്, അതായത് കൺസൾട്ടൻസികൾ ഇട്ടിരിക്കുന്നവര്, ബിസിനസ്സുകാര്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലെ പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ജോലി എടുക്കുന്ന ആൾക്കാര്, കണക്കുമായി ബന്ധപ്പെട്ട ജോലി എടുക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ബുധന്റെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ അവരുടെ ലൈഫിൽ വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ ഈ ഒരു രാശി മാറ്റത്തിന്റെ ഫലമായിട്ട് 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങളാണ് കിട്ടുന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിയുടെ 3, 6 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ 4ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ബുധന്റെ ഈ 4ാം ഭാവത്തിലൂടെയുള്ള മേടം രാശിക്കാരുടെ സഞ്ചാരം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുക. മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം, തർക്കം മുതലായവയെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കുടുംബ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മാതാവുമായിട്ടോ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിദേശ യാത്രയ്ക്ക് ഗുണം കൊടുക്കും. കുടുംബം വിട്ട് ദൂരെ എവിടെയെങ്കിലും മാറി താമസിക്കുക. വിദേശം എന്ന് പറഞ്ഞാൽ കടൽ കടന്നു പോകുന്നത് മാത്രമല്ല, നമ്മൾ നിൽക്കുന്ന ദേശത്തുനിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോവുക, അതിനെയാണ് വിദേശം എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഈ ഐശ്വര്യം, സമ്പത്ത് മുതലായവയെല്ലാം വർദ്ധിക്കുകയും വിദ്യാഭ്യാസ വിജയം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം. എന്നാൽ ശത്രുക്കൾ ധാരാളമായിട്ട് ഉണ്ടാകും. കൂട്ടുകാരുമായിട്ട് ചേർന്ന് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ സഹോദരങ്ങളുമായിട്ട് ചേർന്ന് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത് ഉണ്ടാകും. എന്നാൽ സഹോദരങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളും കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ ബുധന്റെ ഈ രാശിമാറ്റം മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും ഐശ്വര്യാദി വർധനവുകൾ, വിദേശ യോഗ, അതായത് ഇപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. ഇതിന്റെ ഫലമെന്ന് പറയുന്നത് ബുധന്റെ അപഹാരകാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 100% ഫലങ്ങളെ കിട്ടും. മറ്റുള്ളവർക്ക് ആ ഫലത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുമെന്ന് പറയാം. അടുത്തത് ഇടവം രാശിക്കാരാണ്. ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ഇടവം രാശിയുടെ 2, 5 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ 3ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക്
കൂടുതൽ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബുധന്റെ ജോലികൾ, പബ്ലിക് ഇന്ററാക്ഷനിലൂടെയൊക്കെ ജോലി എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഗുണം കിട്ടുന്ന, ഐശ്വര്യം കിട്ടുന്ന സമയമാണ്. കുറച്ച് പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. എന്നാൽ നമുക്ക് ഉദ്യോഗം ഉള്ളവർക്ക് അത് ഗുണം തരും. എന്നാൽ അല്ലാത്ത ആൾക്കാർ, ജോലി തേടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കിട്ടുന്നതിന് കുഞ്ഞു പ്രയാസം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പബ്ലിക് ഇന്ററാക്ഷനോട് ജോലി എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് പ്രമോഷനോ ശമ്പളം കൂടുതലോ, അല്ലെങ്കിൽ എഴുത്തുകാർ, നമ്മൾ എന്തെങ്കിലും എഴുതുന്ന ആൾക്കാർ, കവിത, കഥ മുതലായവ എഴുതുന്നവർ, സംഗീതോപകരണങ്ങൾ പ്ലേ ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഗുണഫലങ്ങളെ കിട്ടുന്ന ഒരു സമയമാണ്. എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സൃഷ്ടികൾ മറ്റുള്ള ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുക, നോട്ടീസബിൾ ആകുക, അതിനൊക്കെ ഉള്ള സാധ്യതകൾ ഉള്ള സമയം. ആദരവ്, അംഗീകാരം മുതലായവയെല്ലാം കിട്ടുന്ന സമയം. അതായത് അവരുടെ എഴുത്തുകൾ മറ്റുള്ളവർ അംഗീകരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു സമയം കുറച്ച് ഗുണപ്രദമായിരിക്കും. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെ രാശിമാറ്റം പരിപൂർണമായിട്ടും ഗുണാനുഭവങ്ങളെ കൊടുക്കുന്നു എന്ന് പറയാം. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശി അധിപതി ബുധനാണ്. അതുപോലെ തന്നെ 4-ാം ഭാവത്തിന്റെ അധിപതിയും ബുധനാണ്. ആ ബുധൻ വന്നിട്ട് 2-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബുധന്റെ ഈ ഒരു ചലനം, ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് കുറച്ച് ധനപരമായിട്ടൊക്കെ ഉയർച്ച, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജോലി എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കർമ്മരംഗത്തെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ വിദ്വൽ സദസ്സുകളിൽ അഭിനന്ദനങ്ങൾ കിട്ടുന്ന സമയം. വിദ്വൽ സദസ്സ് എന്ന് പറഞ്ഞാൽ മുന്നേ നമ്മൾ ഇടവൻ രാശിക്കാരുടേത് പറഞ്ഞതുപോലെ ശ്രേഷ്ഠമായിട്ടുള്ള ആൾക്കാരിരിക്കുന്ന നമ്മുടെ ഏതെങ്കിലും എഴുത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ വർക്കുകൾ അതെല്ലാം ആദരിക്കുന്ന ഒരു സമയം. പ്രസംഗരംഗത്ത് അതായത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ നേതാക്കന്മാരായിട്ടുള്ളവരെ പബ്ലിക്കിൽ പ്രാസംഗികർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ നിന്ന് ഉയർച്ചയുണ്ടാകുന്ന സമയം. പ്രമോഷനോ മറ്റോ ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഉയർച്ച കിട്ടുന്ന സമയം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണിത്. അപ്പോൾ ഈ ബുധൻ മിഥുനം രാശിയുടെ അധിപതി കൂടിയാണ് ബുധൻ. ഈ ബുധൻ വളരെയധികം ഗുണഫലങ്ങളെയാണ് കർക്കിടകത്തിലേക്ക് പോകുമ്പോൾ മിഥുനം രാശിക്കാർക്ക് കൊടുക്കുന്നത് എന്ന് പറയാം. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അംഗീകാരങ്ങൾ, അവരെപ്പറ്റി 10 പേര് നോട്ടീസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. പ്രത്യേകിച്ച് പ്രഗത്ഭരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഏതെങ്കിലും രംഗത്ത് ഇങ്ങനെ ഇതേപോലെ പ്രസംഗം അല്ലെങ്കിൽ ഡ്രോയിങ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റുകൾ പ്ലേ ചെയ്യുന്ന ആൾക്കാർ, മ്യൂസിക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പാട്ട് പാടുന്നവരല്ല, വരയ്ക്കുന്നവർ, ചിത്രകാരന്മാർ, ഉപകരണങ്ങൾ പ്ലേ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളവും കണക്കുമായിട്ട് ബന്ധപ്പെട്ട ജോലി എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമായിരിക്കും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യ നക്ഷത്രങ്ങളാണ്. കർക്കിടകം രാശിയുടെ 12, 3 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ വന്നിട്ട് ജന്മത്തിൽ കർക്കിടകത്തിൽ വന്നിരിക്കുകയാണ്, കർക്കിടകൻ രാശിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ കർക്കിടകൻ രാശിയിൽ ബുധൻ വന്നിരിക്കുന്നത് കൊണ്ട് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് ചെറിയ സ്വസ്ഥതക്കുറവ് ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. മനസ്സന്തോഷം ചെറുതായിട്ട് കമ്മിയായി പോകുന്ന ഒരു സമയം. സഹോദരങ്ങളുമായിട്ട് ചേർന്നും ഇതുപോലെ തന്നെ മാനസികമായിട്ട് അകൽച്ചകൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ കരിയർ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് എന്തെങ്കിലും ശമ്പളം കൂടുതലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അംഗീകാരങ്ങൾ അതൊക്കെ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ മനസ്വസ്ഥത കമ്മിയായി പോകും, മനസ്വസ്ഥത കുറഞ്ഞു പോകും. നമുക്ക് എപ്പോഴും ഒരു ഭയമോ അങ്ങനെയൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കുന്നതാണ്. കർക്കിടകൻ രാശിക്കാരുടെ കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. അതായത് പ്രമോഷനോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിൽ നമ്മൾ ഈ ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തുകാത്തിരുന്നിട്ട് അവസാനം ലഭിക്കുക, കിട്ടില്ല എന്നിങ്ങനെ പ്രതീക്ഷിച്ച് ആ ഒരു അവസാനം എത്തുമ്പോൾ അത് കയ്യിലേക്ക് വരിക. അതാണ് ആ ഒരു തടസ്സമുണ്ടായിട്ട് കാര്യം സാധിച്ച് കിട്ടുക, അതാണ് ഉണ്ടാകുന്നത്. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് പഠനത്തിന് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അതിനെ പറ്റിയ ഒരു കാര്യങ്ങൾ വിജയിച്ച് കിട്ടും. അതുപോലെ തന്നെ വിദേശമായി ബന്ധപ്പെട്ട് നമ്മൾ പോകാനായിട്ട് ചെയ്യുന്ന കോഴ്സുകളായിട്ടുള്ള IELTS അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഇപ്പോൾ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. അതിൽ ക്വാളിഫൈ ചെയ്യുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥത കുറവാണെങ്കിലും കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്ന ഒരു കാലഘട്ടം ആയിരിക്കും ഈ ഒരു സമയം. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ചിങ്ങം രാശിയുടെ 2, 11 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 12-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്.
അപ്പോൾ 12ാം ഭാവത്തിൽ കൂടി സഞ്ചരിച്ചാൽ ഗുണം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. അപ്പോൾ നമുക്ക് ബുധൻ്റെ ഈ ഒരു മാറ്റം വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട്, അതായത് വേറെ ഏതെങ്കിലും ഒരു കടൽ കടന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് സാധിച്ചു കിട്ടുന്ന സമയമാണ്. നമ്മൾ വിസ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എംബസിയുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂകൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടും. വിദേശ പഠനത്തിന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സാധിച്ചു കിട്ടും. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് ഗുണപ്രദമായ ഒരു സമയം. നാട്ടിൽ പണിയെടുക്കുന്നവർക്കാണെങ്കിലും കാലം അനുകൂലമാണ്. കുറച്ച് ഗുണഫലങ്ങളൊക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഇത്. പക്ഷെ ഒരു കാര്യം, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, മക്കളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുകയാണെങ്കിൽ അവർക്കുമായിട്ട് തർക്കം, അഭിപ്രായ വ്യത്യാസം, കുട്ടികളുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. വരുമാന കാര്യം ചിന്തിക്കുകയാണെങ്കിൽ വരുമാനത്തിൽ നല്ലോണം ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയം, കീർത്തി ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയായിരിക്കും. മൂത്ത സഹോദരനെ കൊണ്ട് എന്തെങ്കിലും ഗുണഫലങ്ങളൊക്കെ കിട്ടുന്നതിനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞ സമയം. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. കന്നി രാശിയുടെ രാശി അധിപതി ബുധനാണ്. അതുപോലെ തന്നെ 10ാം ഭാവാധിപതിയും ബുധനാണ്. ആ ബുധൻ 11ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കന്യരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു സമയം. കരിയറിൽ പ്രത്യേകിച്ച് വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം. മുന്നേ പറഞ്ഞതുപോലെ ബിസിനസ്സുകാർ, പബ്ലിക് ഇൻട്രാക്ഷനോടുകൂടി ജോലി എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്, കൺസൾട്ടൻസികൾ നടത്തുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് വളരെയധികം നല്ല സമയമാണ്. പിന്നെ പബ്ലിക് ഇൻട്രാക്ഷനോട് ജോലി, ടീച്ചർ, അഡ്വക്കേറ്റ്, ഡോക്ടർ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി എന്നർത്ഥം. അങ്ങനെയുള്ളവർക്ക് ഗുണപ്രദമായ സമയം. ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, അതായത് നമ്മൾ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അവർക്കത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉന്നതമായ പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയം. വൈവ പോലുള്ള പരീക്ഷകൾ, ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങൾ, അതിനകത്തൊക്കെ വിജയമുണ്ടാകുന്ന ഒരു സമയം. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ബുധൻ്റെ ഈ രാശിമാറ്റം കൊടുക്കുന്നത്. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുലാം രാശിയുടെ 12, 9 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ 10ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. 10ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ്റെ ഈ ഒരു സമയം എന്ന് പറയുന്നത് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണപ്രദമാണ്. അപ്പോൾ കർമ്മരംഗത്ത് ശ്രേഷ്ഠത ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രമോഷനോ ശമ്പള കൂടുതലോ ഇത് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന സമയം. പക്ഷേ ഭാഗ്യത്തിന് ചെറിയൊരു കുറവുണ്ടാകുന്ന കാലഘട്ടമാണ്. ഭാഗ്യസൂക്തമാദിയായവ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിതാവിൽ നിന്നും എന്തെങ്കിലും നേട്ടങ്ങളോ ആനുകൂല്യങ്ങളോ ഒക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നമ്മുടെ ഇതിനകത്ത് പറഞ്ഞാൽ തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ പഠിച്ച രീതിയിലുള്ള തൊഴിൽ കിട്ടുന്നതിന് ചെറിയൊരു പ്രയാസമുള്ള ഒരു സമയമായിരിക്കും ഇത്. അതായത് ഇപ്പോൾ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ബാങ്കിൻ്റെ ടെസ്റ്റിൽ ഇതിനകത്താണ് വന്നിരിക്കുന്നതെങ്കിൽ അതിന് കയറിക്കൊള്ളണം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ നമ്മൾ പഠിച്ച ആ ഒരു രീതിയിൽ എഞ്ചിനീയർ ആവാനായിട്ട് ഒരു ചെറിയൊരു കാലതാമസം ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഉണ്ടാകുന്നതിന് ചെറിയ ഒരു കാലതാമസം ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ആ കർമ്മത്തിൽ ഇതേപോലെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു വിഷമതകൾ അങ്ങനെ വരാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയണം. അടുത്തത് ധനുരാശിക്കാരാണ്. ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം, വൃശ്ചികൻ രാശിക്കാരാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. വൃശ്ചികം രാശിയുടെ 11, 8 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ 9ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും. അതായത് നമുക്ക് കിട്ടാനുള്ള ഭാഗ്യത്തിന് ചെറിയ ഒരു കുറവുണ്ടാകും. വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും യാത്രകൾ ഒക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. വിദേശ പഠനം ആഗ്രഹിച്ചിരിക്കുന്നവർ, വിദേശത്ത് താമസിക്കുന്നവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രമോഷനോ ശമ്പള കൂടുതലോ അങ്ങനെ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇതെന്ന് പറയാം. അതുപോലെ തന്നെ ഭാഗ്യം പൂർണ്ണത്വം ഉണ്ടാകുന്നു.
ഇവരെ സംബന്ധിച്ച് അത് അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്ന സമയം, പുണ്യക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ തീർത്ഥയാത്രകൾ എല്ലാ മതവിശ്വാസികളും അവരവരുടെ ഇതനുസരിച്ച് പുണ്യക്ഷേത്രങ്ങളിലോ മറ്റോ പോകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സമയത്തിൽ, ഈ ഒരു കാലഘട്ടത്തിലെ ഇവരെ സംബന്ധിച്ച് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാർ, അതായത് കരൾ സംബന്ധമായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ തൊലിപ്പുറത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട്, കഫം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിലേക്ക് കുഞ്ഞു മാറ്റമുണ്ടാകും. അത് നമ്മുടെ ആ ഒരു ആരോഗ്യ വിഷയങ്ങളിൽ ചെറിയൊരു പുരോഗതി ഉണ്ടാകും. ഹെൽത്ത് കുറച്ച് റെഡിയായി വരും എന്നർത്ഥം. അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ശ്രേഷ്ഠമായ കാലഘട്ടമായിരിക്കും. അടുത്തത് ധനുരാശിക്കാരാണ്. ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ധനുരാശിയുടെ 10, 7 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ 8ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പം മുന്നേ പറഞ്ഞതുപോലെ കഫം ആയിട്ട് കണ്ടത്തിന് മുകളിലോട്ട് ഉള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയം, കഫം ഉണ്ടാകുന്ന സമയം, ശബ്ദമുടപ്പ്, അലർജിക് പ്രോബ്ലംസ് ആദ്യമായവ ഉണ്ടാകുന്നതിന് ഉള്ള സമയം, തൊലിപ്പുറത്ത് സ്കിന്നുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ കുരുക്കൾ പോലെയോ ഡ്രൈ സ്കിന്ന് അങ്ങനെയൊക്കെ ചെറിയ കുരുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗോൾ ബ്ലാഡർ, ലിവർ മുതലായ ഭാഗങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് ഇങ്ങനെയുള്ള രോഗമുള്ളവർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പ്രാർത്ഥനയൊക്കെ ആവശ്യമുള്ള ഒരു സമയമാണ്. കർമ്മരംഗത്ത് അന്ന് വരെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയിരിക്കുന്നവർ പെട്ടെന്ന് നമ്മൾ നന്നായിട്ട് അപ്പിയർ ചെയ്താൽ പോലും ചിലപ്പോൾ മാർക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ നമുക്ക് പഠിക്കുന്നതിന് ഓർമ്മ നിൽക്കാതിരിക്കുക, മറന്നു പോകുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുക. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോവുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള മാർക്ക് കിട്ടാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട്. അതുപോലെ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, പബ്ലിക് ഇൻട്രാക്ഷനുള്ള ജോലി എടുക്കുന്ന ആൾക്കാർക്ക് ഒരു സെൽഫായിട്ട് പണിയെടുക്കുന്നവരാണെങ്കിൽ, അതായത് ബിസിനസ്സുകാർ അല്ലെങ്കിൽ കൺസൾട്ടൻസികൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ബിസിനസ്സിൽ ചെറിയ മന്ദത ഉണ്ടായിപ്പോവും, അതായത് കുറഞ്ഞു പോകും. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടെന്ന് പറയാം. അടുത്തത് മകരം രാശിക്കാരാണ്. മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന 1/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകരം രാശിയുടെ 9, 6 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ 7ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിന് കമ്മി ഉണ്ടായി പോകും, ചെറിയ കുറവുണ്ടാകുന്ന സമയം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. ഭാര്യയുമായിട്ട് തർക്കമുണ്ടാകുന്നു, വല്ലവൻ്റെയും കാര്യം പറഞ്ഞെങ്കിലും കുഞ്ഞു തർക്കങ്ങൾ, അതുപോലെ കൂട്ടുകാരുമായിട്ട് മിത്രങ്ങളുമായിട്ട് ചേർന്നും ഇതുപോലെ തന്നെ കുഞ്ഞു തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം, ഭാഗ്യാദി വർധനവ് ഉണ്ടാകുന്ന സമയം, ഭാഗ്യത്തിൻ്റെ കുറവ് അത് മാറിപ്പോകും. ഇതുപോലെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ, വിദേശ പഠനത്തിന് ആഗ്രഹിച്ചിരിക്കുന്നവർ, അവർക്ക് നല്ല ഗുണങ്ങളെ കിട്ടുന്ന സമയം. വിദേശത്ത് താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ്. കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ്. വളരെ നല്ല ഒരു കാലഘട്ടമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ 1/4 ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കുംഭം രാശിയുടെ 8, 5 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 6ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയമെന്ന് പറയുന്നത് ത്വക്ക് സംബന്ധമായിട്ട്, ത്വക്ക് മീൻസ് സ്കിന്ന്, അവിടെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്, ചൊറിച്ചിൽ പോലെയോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച് തർക്കങ്ങളുണ്ടായി അവരുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പിണങ്ങാനൊക്കെ സാധ്യതയുള്ള ഒരു സമയം. കാരണം നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ അവർ ചിന്തിക്കാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഉയർന്ന നിലയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശത്രുക്കൾ ധാരാളമായിട്ട്, ഉയർന്ന നിലയിൽ മാത്രമല്ല എല്ലാവർക്കും ശത്രു ഉണ്ടാകും, പക്ഷെ പ്രത്യേകിച്ചും ഉയർന്ന നിലയിലുള്ളവർ ശത്രുക്കൾ ഉണ്ടാകുന്ന സാധ്യതയുള്ളൊരു സമയം. അതുപോലെ തന്നെ പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടം കുംഭരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രമോഷനോ മറ്റോ ഒക്കെ കിട്ടാനായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനൊക്കെ കുഞ്ഞു തടസ്സമുണ്ടാകും. കടം, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബാധ്യതകളോ മറ്റോ വരാനൊക്കെ ഉള്ള സാധ്യതകൾ അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് പറയാം. കുംഭരാശിക്കാരെ സംബന്ധിച്ച് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കുകയില്ല. ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കഫവുമായിട്ട് ബന്ധപ്പെട്ട്, തൊണ്ടയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളോട് തർക്കം, അഭിപ്രായ വ്യത്യാസം, അവർ നമ്മളും കൂടി ഒരു
ചേർന്ന് പോകാനൊക്കെ കുഞ്ഞു പ്രയാസങ്ങൾ, അതായത് നമ്മളെ കുഞ്ഞുങ്ങളെ വഴക്കുവരാണെങ്കിൽ അവർക്ക് നമ്മളോട് വൈരാഗ്യം കൂടുന്നതിനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത്. കുംഭരാശിക്കാർ നന്നായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മീനം രാശിക്കാരെ സംബന്ധിച്ച് മീനം രാശിയുടെ 7, 4 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ 5-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത, മാതാവുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾക്ക് സാധ്യത, ജീവിത പങ്കാളിക്ക് കഫവുമായി തൊണ്ടയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വർദ്ധിക്കുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും ഉദ്യോഗത്തിൽ, അതായത് കരിയറിൽ വേറെ പ്രശ്നങ്ങൾ, ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും കരിയറിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ സമയം, അതുപോലെ ജോലി എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. ആ ഉദ്യോഗത്തിലൊന്നും വേറെ കുഴപ്പങ്ങൾ ഉണ്ടാവുകയില്ല. പക്ഷേ നമ്മുടെ നാവ് കൊണ്ട് ഇതുപോലെ കുറച്ച് ശത്രുതകൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയവും കൂടിയാണ്. അമ്മയുടെയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെയോ ഒക്കെ ഇതുപോലെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടോ കഫവുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് ഇത്. അപ്പോൾ ഇത് പൊതുവിൽ ബുധൻ്റെ ഈ ഒരു രാശിമാറ്റം, അതായത് 2025 ജൂൺ 22 മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള പൊതുവായ ഫലങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 11 വരെയുള്ള സമയത്ത് ബുധൻ്റെ റിട്രോഗ്രേഡ് ആയിട്ട് സഞ്ചരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പ്രതിലോമമായിട്ടുള്ള ഈ ഒരു സഞ്ചാരം, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ ഒരു ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 11 വരെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇത്രയുമൊക്കെയാണ് ഫലങ്ങളെന്ന് പറയുന്നത്. നന്നായിട്ട് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള അലങ്കാരങ്ങൾ കൊണ്ട് കൃഷ്ണനെ അല്ലെങ്കിൽ ബുധനെ പ്രീതിപ്പെടുത്തുക. തുളസിമാല, കദളിപ്പഴം, പച്ചപ്പട്ട്, കൂവളമാല, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്കാണെങ്കിൽ വെറ്റിലമാല, ഗണപതിക്ക് കറുകമാല മുതലായവയൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ബുദ്ധിപരമായിട്ട് നല്ല ഉദ്ദീപനം ഉണ്ടാകും. നല്ല ഗുണങ്ങൾ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചുകൂടി പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു സമയമാണിത്. അപ്പോൾ നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക. മറ്റുള്ള മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ട് പ്രാർത്ഥിക്കുക. ബുധൻ്റെ നിറം പച്ചയാണ്. അതുപോലെ തന്നെ ധാന്യം ചെറുപയറാണ്. അപ്പോൾ പച്ച നിറത്തിലുള്ള അലങ്കാരങ്ങൾ കൊടുക്കുക, പച്ചപ്പട്ട് മുതലായവയൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ദാനങ്ങൾ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെറുപയർ ദാനം കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.